ഇത് ഞെക്കിക്കൊണ്ട് കിടന്നോ. എന്നെ പോസ്റ്റാക്കാനല്ല നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് 3 ആഴ്ചയായി. നീ വന്നതാകെ 2 ദിവസം. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല വെച്ചു. രാവിലെ വരേക്കും ഇതും തിരിച്ചുകൊണ്ടിരിപ്പായിരുന്നു. പണ്ടൊക്കെ ഇത് എത്ര വേഗമല്ലേ ശരിയാവാറ്. ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല. വിച്ചു ഒരു കാര്യം ചെയ്യും, ഇന്ന് നീ പോ, നാളെ തൊട്ട് സത്യമായിട്ട് വരും, പ്രോമിസ്. ഇത് ശരിയായില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. നിന്നെ എന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ചു. ഒന്ന് പോടേക്കെ. അവനിങ്ങോട്ട് ഇറക്കുമതി ചെയ്തും തെറി പറയണതും ഒക്കെ നീ. അതല്ലടാ എൻ്റെ കുഞ്ഞു ബോസ് എന്നെ സീനിന്ന് കട്ടാക്കി. നമ്മൾ മസിലി പോലും കാണാത്ത കാര്യം പറഞ്ഞിട്ടേ നിന്റെ തെറിയേക്കാൻ ഞാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ്റെ കാര്യം ശോകമല്ല. കോളേജിൽ മാസമായിട്ട് നടന്ന മച്ചാനെ നമുക്കറിയാലോ, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നേ, നമുക്ക് സെറ്റാക്കാന്ന്. ഇത് സെറ്റാവൂല. വന്നാ നീ ഒന്ന് ഫിസിക്കലി ഫിറ്റ് ആയാൽ തന്നെ ഒരു മിനിമം കോൺഫിഡൻസ് കിട്ടും. അതിനു വേണ്ടിയല്ല ഞാൻ നിന്നെ കിടന്ന് ഫോഴ്സ് ചെയ്യുന്നത്. ജിമ്മിൽ വെച്ചിട്ട് ആരോട് എന്റെ ഫാസ്റ്റ് പറഞ്ഞ സെൻഡി ആക്കിയല്ലോ വെച്ചു. പോടാ പോപ്പേ, അവനെയൊക്കെ കുഴപ്പം ഇട്ടിട്ടല്ല നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ. നിന്നെയൊക്കെ പുണ്യളാക്കിട്ടെ എനിക്കൊരു പള്ളി മണിയുടെ പട്ടി. ആഹാ, സമാധാനമായി. ഇങ്ങനെ ആവണം നല്ലൊരു ദിവസത്തിന് തുടക്കം. നാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്നിറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. നിന്റെ ഈ ചൂടൻ നേച്ചർ പണ്ടേ അറിയുന്നതുകൊണ്ട് അവന് ഫീലിങ്സിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവന്റെ ഫീലിങ്സ് നല്ല ഇഷ്യൂ. പിന്നെ 6-7 കൊല്ലം മുമ്പ് ഓർക്കുട്ടി പരിചയപ്പെട്ട ഒരു പെണ്ണിനെ ഇപ്പൊ അന്വേഷണം കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് മുഴുവട്ടല്ലേ. പെണ്ണിന് ചേരുന്നൊരു പൊട്ട് സന്തോഷത്തോടെ നെറ്റിയിൽ കുത്താൻ തേടുന്നത് വട്ടാണെന്ന് പറയുന്ന ഈ നാട്ടിൽ ഇതുവരെ കാണാത്തതും 6 വർഷം മുമ്പേ പരിചയപ്പെട്ടതുമായൊരു പെണ്ണിനെ അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നേ ശരിക്കും വട്ടായിരിക്കും അല്ലേ? അതെ, പലതരം വട്ടകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. 2014 ഓർക്കുട്ടി സ്റ്റോപ്പ് ചെയ്തു. 2012 പരിചയപ്പെട്ട ഒരു പെണ്ണിനെ ഇപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അത് മാത്രമേ ഞാൻ മെൻഷൻ ചെയ്തോളൂ. നടക്കില്ലായിരിക്കാം, പക്ഷെ 5 വർഷത്തിലധികം അവൻ ഓർമ്മയില്ലാതെ കിടന്നു. ഇപ്പോൾ ഓർമ്മ കിട്ടിയപ്പോൾ അവൻ അവളെ തേടുന്നു. അതത്രേ ഉള്ളൂ അർജുൻ. നമുക്ക് അവനെ ചുമ്മാ സപ്പോർട്ട് ചെയ്യാടോ. അതെ, ഒരാൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിഷമം നമുക്ക് തോന്നുന്നത് അയാൾ നമ്മുടെ എല്ലാമായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ്. എന്തോ വസുവിനെ കണ്ടിട്ട് എനിക്ക് കൂടുതൽ എഴുതാനും ഓർക്കാനും അറിയാനും ഒക്കെ ഒരു മോഹം. അതായത് ഇടയ്ക്കൊക്കെ മേഘ നിങ്ങളുടെ ഫ്ലാറ്റിലെത്തും. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം അല്ലേ? ഓ, ഒടുക്കവന്റെ ഉള്ള ഓർമ്മ കൂടി കളയാതിരുന്നാൽ മതി. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത് ഒരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. ഹായ്, ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ആ ഓർക്കുട്ടുകാരിയെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എവിടുന്നിടൂ, ഇതൊക്കെ ആര് കാണാനാ? ഇനിയിപ്പം കിട്ടിയെന്ന് വിചാരിച്ചോ, വസുവിനോട് അവർക്ക് അടുപ്പം കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിലോ? ഞാൻ ഒരു കാര്യം ചോദിച്ചു സത്യം പറയൂ. നിങ്ങൾക്കറിയോ അവളെ? ഒന്ന് പറയടൂ. നിങ്ങളും ബാംഗ്ലൂരിലല്ലേ പഠിച്ചത്? സത്യമായിട്ട് അറിയില്ല കേട്ടോ. അല്ല, ഇപ്പോഴും ഓർമ്മയുണ്ടോ വസുന്നവരെ? ആ മെമ്മറീസ് ഒക്കെ റീകലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ അന്ന് നമ്മുടെ ഇന്റർനെറ്റ് കഫേ, നാട്ടിൽ ഇന്റർനെറ്റ് കഫേയിലായിരുന്നു നമ്മുടെ ചാറ്റിങ്. ആ ദിവസമായിരുന്നു അവരെനിക്ക് നമ്പർ തന്നത്. സന്തോഷം കാരണം ഞാൻ
ഞാൻ പെട്ടെന്നെങ്കിൽ പുറത്തിറങ്ങി. അന്ന് അവിടെ കേട്ട പാട്ടുണ്ടല്ലോ, അവിടെ പ്ലേ ചെയ്ത പാട്ട് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. मुस्कुरा जहाँ भी है तू मुस्कुरा, तू धूप की तरह बदन को छू जरा. ഹലോ, എവിടെയുള്ളത്? तू मुस्कुरा जहाँ भी है तू मुस्कुरा, धूप की तरह बदन को छू जरा. ഇന്ന് തന്നെ ഇവന്റെ ജീവിതം എഴുതി തീർക്കോ? മേഘ കാലത്തോട്ട് ഇവിടെ തന്നെയാണോ? അതെ. ഇവള് ഇവനെ പല പല പീസാക്കുന്ന ഞാൻ വിചാരിച്ചു. വെറുതെ അവനെ വെറുപ്പിച്ച് കൊല്ലല്ലേ? അതെ, ആരെയും വെറുപ്പിച്ച് കൊല്ലണ്ടെന്ന ആവശ്യം എനിക്ക് തീരെയില്ല. പക്ഷേ ഒരു ഇളം കാറ്റ് പോലെ എനിക്കും ചുറ്റുമുള്ള എല്ലാരെയും തഴുകി കടന്നു പോകണം. അങ്ങനെ അവരുടെ ഉള്ളിൽ ഒരു കുളിരായി നിൽക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. നിന്നത് മതി, അമല് വരാൻ വൈകും. ഇവര് നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നോ പ്രോബ്ലം, അത് ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഇവർ പോയിക്കോട്ടെ. അതുവരെ വസു ഉണ്ടല്ലോ പീസാക്കാനായിട്ട്. വാ വസു, ഒരു കുളിരായി നിൽക്കാൻ. ഇപ്പൊ ഈ കുളിര് പോരെ. മേഘ ബൈ. ബൈ, ടേക്ക് കെയർ. സീ യു. ഇച്ചായോ? നിനക്ക് ഞാൻ ആ മോതിരം വാങ്ങി തന്നല്ലേ പിഞ്ചി? അതെ, അതിന് നിന്റെ ഈ ഇച്ചായ ഇച്ചായ എന്നുള്ള നീട്ടി വിളി കേൾക്കുമ്പോഴേ എന്നെക്കാട്ടും മുമ്പ് വിളി കേൾക്കണത് ആ കെടുക്കാടാണ്. മനസ്സിലായ? നന്നായി. ഈ കാടുള്ളിടത്തോളം കാലം നിനക്ക് ഇത് പറഞ്ഞിട്ടുള്ള തന്നെയാ. അതെ, ഇപ്പോൾ വിളിച്ചതേ എൻ്റെ ഒരു ഡൗട്ട് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റ് ആക്കാനാ. ഈ വസുവും മേഘയും തമ്മിലേ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ എന്നൊരു ഇത്. ബിക്കോസ് അവളുടെ പാസ് ഞാൻ പറയണ്ടല്ലോ. എന്റെ പൊന്നു പിങ്കി, ഇമ്മാരി പൊട്ടത്തറേനെ എഴുന്നള്ളിച്ചാളുണ്ടല്ലോ, ആ കാടങ്ങോട്ട് കേറി ഞാൻ കത്തിച്ചു കളയും. പഴയ കനവുകൾക്കുള്ളിൽ മുറിവേറ്റു വീണൊരാ ചിറകിൽ പോയി മറഞ്ഞ തളിരോർമകൾ പേറി തെന്നൽ പുണർന്നുവോ? ഇരുളുറഞ്ഞൊരാ കൂട്ടിൽ അഴൽ നീറിയെരിയുന്ന മിഴിയിൽ ആയിരം മൺചെരാതുകൾ മിന്നി നാളം തെളിഞ്ഞുവോ? ഇളം കാറ്റുപോലെ തലോടലായി കുളിരേകിടാൻ മഴമേഘമായി പെയ്തിറങ്ങാൻ പല നാൾ തിരഞ്ഞ ഹൃദയം അരികത്തണഞ്ഞ പോലെ
ആ മാഡം റൈറ്റർ എന്തായി? എന്താവാൻ? ദേ നോക്കിയ ഇത് പോസ്റ്റ് ചെയ്യട്ടെ? പോസിറ്റീവ് ആവുമോ? ആയില്ലെങ്കിൽ ആക്കണം. ബസ് വിളിച്ചോ? എവിടുന്ന്? ഞാൻ അങ്ങോട്ട് കയറി വിളിച്ചു. ഓക്കെ. ബിച്ചു, നമുക്ക് ആ മാത്തുക്കുട്ടി വിളിച്ചാലോ? മാത്തുക്കുട്ടിയോ? ആ FM കാരനില്ലേ, മൂപ്പരൊന്ന് സപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ആ ഓർക്കുട്ടിയായിട്ട് കിട്ടും. കിട്ടും. ദേ ഇവിടെ ഇങ്ങോട്ട് വാലായിട്ട് നീയും പൊയ്ക്കോ, മാങ്ങാത്തൊലി കിട്ടും. നീ എങ്ങനെ ഇവനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? ഓൾവേസ് സോ ഇറിറ്റേറ്റിംഗ്. അതിനേക്കേ ഇവനെ പറ്റി അറിയാത്തോണ്ടാ അങ്ങനെയൊക്കെ പറയുന്നത്. ഇതിലും കൂടുതൽ എന്തറിയാം? സൂര്യൻ തരാതെ ഓരോന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അറിയുന്നത് തൊട്ടേ അവനിങ്ങനെ തന്നെയാ. എല്ലാരും വെറുതെ കിടന്നു ചോദിക്കും. ആക്സിഡന്റിന് ശേഷം ഓർമ്മ വന്നപ്പോൾ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ്. എൻ്റെ ഓർമ്മയിലില്ലാത്ത വർഷങ്ങളിലെ ഏക സന്ദർശകനായിരുന്നു ഈ വിച്ചു. പഴയതും പുതിയതുമായിട്ടുള്ള ഓർമ്മകളെ പറ്റി ഒരു അനാലിസിസ് നടത്തിയാൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എൻ്റെ ചുറ്റുമുള്ള എല്ലാത്തിനും മാറ്റം വന്നിരിക്കുന്നു, ഈ വിച്ചുവിനൊഴിച്ച്. വിശ്വാസം അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ശരിയാണ്, എല്ലാവർക്കും മാറ്റം വന്നിട്ടുണ്ട്. നിന്റെ ഓർക്കുട്ടിയായിരിക്കും. ആണോ? ആ ഹസ്ബൻഡും കുട്ടിക്കും ഇപ്പൊ ഇവിടെ സെറ്റിൽഡ് ആണ്. നാളെയും മറ്റന്നാളും നിന്നെ കാണാൻ വരും. ശരിക്കും? ശരിക്കും. പൊളിച്ചു വേൻ. നാളെ നമ്മുടെ ഓർക്കുട്ടുകാരി എത്തും, നമ്മൾ പൊളിക്കല്ലേ. ഈ കുട്ടിയെ കൊട്ടില്ലേ, അതുകൊണ്ട് തലക്കിട്ട് കൊട്ടു. അങ്ങനെയെങ്കിലും എണിച്ചുള്ള പണിക്കും പോട്ട്. അടിപൊളി. ബെല്ലടിക്കുന്ന കേട്ടൂടെ നിനക്ക്? ഹായ്, മണവാളൻ കോസ്റ്റ്യൂം ഇന്ന് വല്ല നടക്കും. ഡാ അവളിങ്ങി വന്നോളൂ, നീ അത് വെറുതെ വലിച്ചു പറിക്കണ്ട. മിക്കവാറും അവളെ കെട്ടിയവനും കാണും കൂടെ. അതും ഇതും പറഞ്ഞ് വെറുതെ അടിവാങ്ങി കൂട്ടണ്ട. നിങ്ങളൊക്കെ ആരാ? സോറി, ആക്ച്വലി റൂം മാറിപ്പോയതാ. IT ആണല്ലേ? IT ഒക്കെ. ഹലോ. ബസ് വന്ന് കേട്ട ഹലോ ഇത് തന്നെയല്ലേ? അത് അങ്ങനെ വിശ്വസിക്കുമ്പോഴൊരു അതെ, ഈ ഹലോ തന്നെയാണ്. വിച്ചു, ഒരു കാര്യം ചെയ്യൂ, ഇവർക്ക് വേണ്ടി ചായ എടുക്കൂ. മീര, ഇതെന്റെ ഫ്രണ്ട് അരുൺ, വൈഫ് പിങ്കി. ഹലോ. സാരിയൊക്കെ എടുത്ത് കൊച്ചൊക്കെ ആയിട്ട് ഒരു മാസം എൻട്രി ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിപ്പോ ഒരുമാതിരി വരവായിപ്പോ. ഞാൻ വെറുതെ
വെറുതെ സാരിയൊക്കെ എടുത്ത്. അന്ന് തമ്മിൽ കാണാനോ നേരിട്ട് പരിചയപ്പെടാനോ ഒന്നും സാധിച്ചില്ല. ഇപ്പൊ എല്ലാത്തിനും ഉത്തരവെന്നോണം മേഘയുടെ കഥയും. ഐ ഫീൽ സോ ഹാപ്പി. ഇപ്പോൾ എല്ലാം ശരിയായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പോ കാണാം. ഇവിടെ വന്നതിനും പരിചയം പുതുക്കാൻ മനസ്സ് കാട്ടിയതിനും ഒരുപാട് നന്ദി. ഐ ഫീൽ സോ ഹാപ്പി ടുഡേ. ഇത് മോൾക്ക് കൊടുക്കോ? കൊടുക്കാം. ശരി. നീ ഫോഴ്സ് ചെയ്തത് കൊണ്ടാ ഞാൻ ഈ സാഹസത്തിന് നിന്നെ. എന്തെങ്കിലും പ്രശ്നം പറ്റിയ ഞാനും എന്റെ കൊച്ചും നിന്റെ വീട്ടിൽ വന്ന് നിൽക്കും. നത്തിങ് ടു വറി ലൈക്ക് ദാറ്റ്. ബട്ട് ഒരുപാട് താങ്ക്സ് കേട്ടോ. It's okay. സീരിയസ്ലി താങ്ക് യു. Thank you so much. വെൽക്കം ഡിയർ. ബൈ. Bye. Take care. നിന്റെ സ്റ്റോറി വഴിയൊന്നും ഐ ഡോണ്ട് തിങ്ക് സോ വി ക്യാൻ ഫൈൻഡ് ഹർ. എനിക്കും തോന്നുന്നില്ല. അതെ, നമുക്ക് എൻ്റെ ഫ്രണ്ട് മീരയില്ലേ, മീര അവളെ വെച്ചൊരു സിറ്റുവേഷൻ ചെയ്താലോ? ചെയ്യണോ? ചെയ്താൽ ചിലപ്പോൾ അവൻ രക്ഷപ്പെടും. അല്ലെങ്കിൽ പിന്നെ അർജുൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നാലൊന്നും ഒരു മേക്ക് ഓവറും വരാൻ പോകുന്നില്ല. പിന്നെ അവൻ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത പ്രേമവും പറഞ്ഞ് കുത്തിപ്പിടിച്ചിരിക്കുകയുള്ളൂ. സംഗതി പോസിറ്റീവ് ആവോ? ഇപ്പോൾ പോസിറ്റീവായി ഒന്ന് പോയി നോക്കിയാലോ? വാ. ഇനിയിപ്പോ ഓർക്കൂട്ടും കോപ്പൊന്നും പറഞ്ഞു ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ മുത്തേ. ഇപ്പോഴാണ് വിച്ചു എല്ലാത്തിനും ക്ലാരിറ്റി വന്നത്. മെഗ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഐറ്റംസ്. മനസ്സിൻ്റെ അകത്തെ ഒരു മേളം കൂട്ടിത്തുന്ന സന്തോഷമുണ്ട് എനിക്ക്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, നീ എന്തിനാ ഇവന്റെ പേരിൽ കഥ എഴുതുന്നേ? അത് നിന്റെ ഓർമ്മയിലില്ലാത്ത നാളുകൾ ഇവർക്ക് മറക്കാൻ പറ്റാത്തൊരു കാലമായിരുന്നു. ഒന്നായി തീരണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഇവരെല്ലാം തുടങ്ങിയത്. വിച്ചു, നിന്റെ ഈ എല്ലാവരോടുള്ള ഇൻസൾട്ടിങ് നേച്ചർ എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ചെറിയൊരു പൊട്ടും കുറച്ച് വട്ടൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണിനെ കാണാൻ ഒരു ഭംഗിയുള്ളൂ എന്ന്. മനസ്സിനുള്ളിലെ സന്തോഷമുള്ള ഒരു പൊട്ടിന്റെ ഭംഗി. ഇഷ്ടമുള്ള ആൾ എന്തിനും കൂടെ ഉണ്ടെന്ന് തോന്നുമ്പോഴല്ലേ ആ പൊട്ടിന്റെ ഭംഗി ഇരട്ടിയാവുക. പക്ഷേ ഇപ്പോൾ ഈ പൊട്ടുകൾ നമുക്കിടയിലുള്ള ഫുൾ സ്റ്റോപ്പ് ആണെന്ന് പോലും തോന്നാറുണ്ട് വിച്ചു. ഫുൾ സ്റ്റോപ്പ് അല്ലാത്ത പൊട്ട് അന്വേഷിച്ചടക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല. എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ കേൾക്കും. സോ ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പൊ ഞാനും എൻ്റെ മനസ്സ് പറയുന്നതല്ലേ കേൾക്കേണ്ടത്? ഇപ്പം മേഘയുടെ മനസ്സെന്ത് പറയുന്നു? ഇപ്പൊ മാത്രമല്ല വസു, അന്ന് മുതലേ എൻ്റെ മനസ്സ് പറയുന്ന ശരികൾ മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ. വിച്ചു തന്നെയാണ് എന്നെ അമലിലോട്ട് എത്തിച്ചതും. പിന്നെ ജീവിക്കാൻ ഇഷ്ടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒരു ഇളം കാറ്റ് പോലെ എനിക്കും ചുറ്റുമുള്ള എല്ലാവരെയും തഴുകിക്കടന്നു പോകണം. അങ്ങനെ അവിടെ ഉള്ളിലൊരു അണയാത്ത കുളിരായി നിൽക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞാനെന്നും മഴയായി പെയ്യാൻ കൊതിക്കുന്നത് ഇവനിൽ മാത്രമായിരിക്കും. ഇപ്പൊ വസുവിന്റെ മനസ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ? നമ്മൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒരു ബെനിഫിറ്റ്സും പ്രതീക്ഷിക്കാതെ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോഴാണ് ഓർമ്മയിലില്ലാത്ത കഴിഞ്ഞുപോയ കാലത്തിലല്ല നാളത്തെ ഓർമ്മകളാവേണ്ട ഇന്നാണ് ജീവിക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. അരെ വാ.
ഇനിയും നമ്മൾ പരിചയപ്പെടാനിരിക്കുന്നവരുടെ വിഷമങ്ങൾക്ക് ആശ്വാസമേകുന്ന നല്ലൊരു ചിരിയായി മാറണം എനിക്ക്. ദാ ഇതുപോലെ.